ബ്രെയിൻ കടന്നു പോകുന്നത് ഇൻഫർമേഷനിലും കൂടെയാണല്ലോ. 45 വയസ്സായപ്പോഴാണ് എൻ്റെ പുസ്തകം ഇറങ്ങിയത്. ഇന്റർനെറ്റ്, AI, സ്പീഡ് ഓഫ് ലിവിങ്, എവ്രി വൺ വർക്ക്, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദ വേൾഡ് വി ആർ ലിവിങ് ഇൻ ഹാസ് ചേഞ്ച്ഡ്. പെയിൻഫുൾ സെക്സ് കാരണമാണ് അവർ ജനറലി അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. അവർക്കൊരു ഷെയിം വരികയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അയ്യോ ഇനി മുതൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. can go through this without any of the suffering. ഞാൻ ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. ടീനേജ് കഴിഞ്ഞ് നമ്മൾ ഒരു വിവാഹപ്രായമായി, ജോലി കിട്ടേണ്ട പ്രായമായി, അപ്പോൾ നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ പ്രായത്തിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് കുട്ടികളുണ്ടായി, നമ്മുടെ അറ്റൻഷനും ഫോക്കസും എല്ലാം ഈ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് കുട്ടികൾ വളരും, ജീവിതത്തെക്കുറിച്ച് മെച്ചുവേർഡായി നമ്മൾ അതിന് ശേഷം കണ്ടുപിടും. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ എല്ലാം ആ മെച്യൂരിറ്റിയിലേക്ക് മാറും. അത് നമ്മൾ 40സിലേക്ക് എത്തും. നമ്മൾ ആ 40സിലേക്ക് എത്തുമ്പം ലോകം മുഴുവൻ 40സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ വലുത് വരെ. ഇത് നമ്മൾ 40ൽ എത്തിയത് കൊണ്ടൊരു വിഷയമായി കണ്ടുകൂടെ? താങ്കൾ പറഞ്ഞത് നമ്മൾ ടീനേജിൽ പോകുമ്പോൾ ടീനേജിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ. 10 വയസ്സുകാരൻ 40 വയസ്സുകാരൻ്റെ പ്രായത്തിൽ ചിന്തിക്കുന്നത് കുഴപ്പമാണ്. ഇല്ല, ചിന്തിക്കാം. വൈ നോട്ട്? ഇഫ് യു ഹാവ് ഇൻഫർമേഷൻ. ബ്രെയിൻ കടന്നു പോകുന്നത് ഇൻഫർമേഷനിലും കൂടെയാണല്ലോ. 20 വയസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകത്തിനെ പറ്റി വായിക്കുന്നു. ആ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടതിൽ, ഓ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, അമ്മ കടന്നുപോയത് ഒരു പക്ഷെ ഇതിലായിരിക്കാം അല്ലേ, റിലേറ്റ് ചെയ്യാണ്. റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ടോട്ടലി ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് 20ലോ 35ലോ എഴുതാത്തത്. 45 വയസ്സായപ്പോഴാണ് എന്റെ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. പ്രീമെനോപ്പസ് അല്ലെങ്കിൽ പെരിമെനോപ്പസ് അല്ലെങ്കിൽ മെനോപ്പസ് എന്ന വിഷയത്തെ നമ്മൾ ഒരു വലിയ വിഷയമായി അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയം തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളുടെ ഏജിൽ ഓരോ കാലത്തിലും നമ്മൾ കടന്നു പോകുന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ 40ൽ എത്തി നിൽക്കുമ്പോൾ ആ 40ലെ വിഷയം നമ്മുടെ കാലത്തുള്ള സ്ത്രീകൾ എല്ലാ കാലത്തും ഇതിനെ അഡ്രസ്സ് ചെയ്തും ഇതിനെ ഡീൽ ചെയ്തും ജീവിച്ചു പോയിട്ടില്ലേ? പക്ഷെ അവർ ജീവിച്ചത് ഒരേ കാലഘട്ടത്തിലല്ല. പോയിന്റ് 1, ദിസ് ജനറേഷൻ ഓഫ് വിമൻ ആർ നോട്ട് വില്ലിംഗ് ടു സൈലന്റ്ലി സഫർ ആൻഡ് ദേ ആർ മേക്കിംഗ് ഇറ്റ് പബ്ലിക്. സെക്കൻഡ്, വി ലിവ് ഇൻ എ വെരി ഫാസ്റ്റ് പേസ്ഡ് ജനറേഷൻ വിച്ച് ഹാസ് നെവർ ഹാപ്പൻഡ് ബിഫോർ ഓൺ പ്ലാനറ്റ് എർത്ത്. ഈ ഫാസ്റ്റ് പേസ് ഓഫ് ലിവിംഗ് മുമ്പ് ലോകത്ത് ഉണ്ടായിട്ടില്ല. ഇന്റർനെറ്റ്, AI, സ്പീഡ് ഓഫ് ലിവിങ്, എവ്രി വൺ വർക്കിംഗ്. സ്ത്രീകളും ഇത്രയധികം എല്ലാ വീട്ടിലെ സ്ത്രീകളും വർക്കിംഗ് വിമൻ ആയിരിക്കെ നമ്മുടെ സ്പേസ് ഓഫ് ലിവിങ് വളരെയധികം കൂടിയിട്ടുണ്ട് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ ഇന്റർനെറ്റ്. അപ്പോൾ ആ ജനറേഷൻസിനെ നമുക്ക് വെച്ച് നോക്കണം. തേർഡ്, amount of microplastics in the environment. Water, air and soil are contaminated with huge amounts of microplastics. ഇതിനു മുമ്പുള്ള ജനറേഷൻസ് ഈ ലെവലിലെ കണ്ടാമിനേഷൻ ഫേസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് തിങ്, women have become very fiercely independent over the years. So they are more sensitive to their freedoms and their needs. അവരുടെ ഈ സെൽഫ് ലവ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വളരെ ന്യൂ ആണ്. ദ ഹോൾ ഡൈനാമിക്സ്, സ്ത്രീകളും അവരുടെ ഫാമിലീസും അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള ഡൈനാമിക്സേ മാറിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ മെഡിക്കൽ സയൻസ് ഹാസ് ആക്ച്വലി നൗ റീസെന്റ് ഡിസ്കവേർഡ് ദീസ് പ്രോബ്ലംസ്. യൂഷ്വലി ഡോക്ടേഴ്സ് ആരും ഈ പറയുന്ന പെരിമെനോപോസൽ ഓർ മെനോപോസൽ ഇഷ്യൂസ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് മിക്ക ഡോക്ടേഴ്സും പുരുഷന്മാരായിരുന്നു. പിന്നെ ജനറേഷൻസ് കഴിഞ്ഞാണ് സ്ത്രീകൾ തന്നെ എഡ്യൂക്കേഷനിലേക്ക് വന്നത്. അതിൽ ഹൈ ലെവൽ മെഡിക്കൽ ഡോക്ടേഴ്സായി പഠിക്കുകയും വരികയും ചെയ്യുന്ന സ്ത്രീകൾ പിന്നെ കുറെ ജനറേഷൻസിന് ശേഷമാണ്. അവർ പേഴ്സണലി ഈ പ്രോബ്ലംസ് നേരിട്ടപ്പോൾ അവരാണ് ഇതിന്റെ സൊല്യൂഷൻസ് തപ്പിപ്പോയി എടുത്ത് ഇപ്പോഴാണ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിലേക്ക് തന്നെ ഈ ടോപ്പിക്സ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ വെരി ന്യൂ. ഇത്രയും കാര്യങ്ങൾ മിനിമം ഉണ്ട്. ഇതല്ലാതെ there is another problem. Nuclear family system. There is hardly any support system as a community. മുമ്പ് joint family ആയിരുന്നപ്പോൾ there are older women right there to tell you. ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇന്ന് വയ്യ അവർക്കാണെങ്കിൽ വേറെ ആരോ ആ റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ മിനിമം എനിക്ക് പറയാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ചാൽ ഇതിനു മുകളിൽ വന്നിട്ടുള്ള തലമുറകൾക്ക് വന്നിട്ടുള്ള ചേഞ്ച്. അപ്പൊ ഇന്നത്തെ സ്ത്രീയെ 90സിലുള്ള ഈ പ്രായത്തിലുള്ള 40-year-old ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 1970സിലുള്ള 40-year-old ആയിട്ട് മറ്റേ ആളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ദ വേൾഡ് വി ആർ ലിവിങ് ഇൻ ഹാസ് ചേഞ്ച്ഡ്. ഒരു സ്ത്രീ അവൾ വയസ്സറിയിക്കുന്ന കാലം മുതൽ അവൾ മെനോപ്പസ് ആവുന്ന കാലം വരെ അവൾ സമൂഹത്തിൽ, വീട്ടിൽ, ഭർത്താവിന്റെ മുൻപിൽ ഒക്കെ പരിഗണിക്കപ്പെടുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവൾ എന്ന് മെനോപ്പസ് ആവുന്നോ ആ മെനോപ്പസ് ആവുന്ന ദിവസം മുതൽ അവളെ ഏറ്റവും അധികം ഹോണ്ട് ചെയ്യുന്ന ചിന്തയിലൊന്ന്, മുൻപ് എന്നെ പരിഗണിച്ചിരുന്ന തലത്തിൽ ഇനി എന്നെ പരിഗണിക്കാതിരിക്കില്ലേ എന്നുള്ളൊരു ചിന്തയാണ്. നാളെ മുതൽ എൻ്റെ ഭർത്താവിൻ്റെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് എനിക്ക് നിന്നു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കരമായ തോട്ട് പ്രോസസ്സ് അവളിലേക്ക് കൺവേർട്ടഡായി വരികയാണ്. ഈ മെനോപ്പസിനെ സ്ത്രീകൾ ഭയക്കുമ്പോൾ നമ്മളൊരു പെരിമെനോപ്പസ് എന്ന് പറയുന്ന ഒരു സാധനം, മെനോപ്പസ് ഒരു
42, 43, 44 ഒരു സ്ത്രീയെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നു. അവളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ആ പീരീഡിലൂടെ കടന്നു പോകാൻ തയ്യാറാണ്. മെനോപ്പസ്, ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാറുണ്ട്, നിൻ്റെ വൈഫിന് 45 വയസ്സാവാറായിട്ടുണ്ടോ, നിങ്ങൾ മെനോപ്പസിലേക്ക് നിൻ്റെ ഭാര്യ കിടക്കാൻ പോവുകയാണോ, അടുത്ത 5 വർഷം നിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ പെരി മെനോപ്പസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, 35 വയസ്സിൽ മധ്യവയസ്കാലം മുതൽ തന്നെ നീ മെനോപ്പസിലേക്ക് വീണു പോകുന്നു എന്നൊരു തോട്ട് പ്രോസസ്സ് കൊടുക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഇൻസെക്യൂരിറ്റി അല്ലേ എന്നൊരു സംശയം ഉണ്ടല്ലേ? ബിക്കോസ് ഇവിടെ പറയുന്ന അതല്ല, മെനോപോസ് പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ ബുക്കിൽ പറയുന്നത്. ബിക്കോസ് ഇന്ന് മുമ്പത്തെ ജനറേഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വിറ്റമിൻസ് ഉണ്ട്, ഇത്രയോ ഡയറ്ററി അഡിഷൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്, എത്രയോ മെഡിക്കൽ അഡ്വാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിൽ ബസ്സിൽ കണ്ട ആഡ്, അതിലെന്താണ് അവർ പറയുന്ന പോകുംവഴി, യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ടു എൻജോയ് ആണ് പറയുന്നത്. ആ ഡോക്ടറെ വിളിച്ചാൽ അവരെന്താ തരുന്ന സൊല്യൂഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, അത് ജനറലി ആഫ്റ്റർ മെനോപോസ് എ ലേഡീസ് എൻറ്റയർ പ്രൈവറ്റ് പാർട്സ് ബിക്കം വെരി ഡ്രൈ. ഇത് കാരണം ഉണ്ടാവുന്ന പെയിൻഫുൾ സെക്സ് കാരണമാണ് അവർ ജനറലി അതിനെ അവോയ്ഡ് ചെയ്യുന്നത്. അതിനെ അവോയ്ഡ് താല്പര്യക്കുറവേ അല്ല, ഇതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഡോക്ടർ വീണ അത് എന്നെ തുടരുത് എന്നൊരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ വൈ ആർ ദേ സേയിങ് ദാറ്റ് എന്ന് നമ്മൾ അന്വേഷിക്കും. ബിക്കോസ് യൂഷ്വലി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് പെയിൻ. ആ പെയിനെ മറികടക്കാൻ അവർക്ക് അറിയില്ല, അവർക്കൊരു ഷെയിം വരികയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, അയ്യോ ഇനി മുതൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ പേടി വരുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ്? നമ്മുടെ അറിവില്ലായ്മ കാരണമാണ്. ദാറ്റ് ഇഫ് വി പ്ലീസ് സപ്ലിമെന്റ് ഇറ്റ് വിത്ത് ലൂബ്രിക്കൻസ് ആൻഡ് വെജൈനൽ ഈസ്ട്രജൻ. ഇപ്പൊ ഞാനൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഒരിക്കലും എൻ്റെ റിസർച്ച് എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കാണുക. ദിസ് ഇസ് നോട്ട് മെഡിക്കൽ അഡ്വൈസ്, ദിസ് ഇസ് ഓൺലി മീ ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. ഇങ്ങനെ പറയാതിരുന്നാൽ ആൾക്കാർ നാളെ നമ്മളെ കീറി മുറിക്കാൻ വരും. നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ ഇതാണോ അതാണോ. ഐ എം ജസ്റ്റ് ഷെയറിങ് സം വെരി പ്രാക്ടിക്കൽ ടൂൾസ് ദാറ്റ് ഐ നോ എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ടുഡേ. സോ ഒരു മെനോപോസൽ ലേഡി ഒരിക്കലും അവരുടെ ബോഡിയോ അവരുടെ ലൈഫോ അവരിന്ന് കൈവിട്ടു പോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബിക്കോസ് ദർ ആർ മെനി സപ്ലിമെന്റേഷൻസ്. ദർ ഇസ് ഈവൻ HRT വിച്ച് യു ഹാവ് ടു ഫൈൻഡ് വിത്ത് യുവർ ഡോക്ടർ. നിങ്ങൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറപ്പിക്ക് ആർ യു എലിജിബിൾ, നിങ്ങളുടെ ബോഡി അതിന് സൂട്ടബിൾ ആണോ, ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ. അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ ഗോ ത്രൂ ദിസ് വിതൗട്ട് എനി ഓഫ് ദ സഫറിങ്. സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. ഇപ്പം നിങ്ങൾ ഭയക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കുക അല്ല, അത് ഭയക്കരുത്. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബിവെയർ ആൻഡ് ബി അവെയർ. ഈ 2 വാക്കുകൾ കണ്ടാൽ ഒരേ സ്പെല്ലിംഗാ. ആ ബിവെയറിന്റെ ഇടയിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടാലുണ്ടല്ലോ, ഒരു സ്പേസ് ഇട്ടാ ഇറ്റ് ബിക്കംസ് അവെയർനെസ്, ദ അതർ ബിക്കംസ് ഫിയർ. ഐ എം സംബഡി ഹു പ്രൊമോട്ട് സെൽഫ് റിയലൈസേഷൻ ആൻഡ് അവെയർനെസ്. ഞാൻ എന്ത് പറഞ്ഞാലും ബ്ലാങ്കറ്റ് ആയിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും പേടിയെ അംഗീകരിക്കാത്ത ഒരാളാണ്. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ടു ലിവ് ഇൻ ഫിയർ. യു ഹാവ് ടു ഗോ ബിയോണ്ട് യുവർ ഫിയർ ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദിസ് സ്മോൾ ഡിഫറൻസ് ഫ്രം ബിവെയർ ടു ബി. ഫിയർ എന്ന് പറയുന്ന ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ അതിനെ ഓൾസോ നമ്മളെ ഡെബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അറിയേണ്ടത് ഫിയർ ഇസ് എ ഗുഡ് റെസ്പോൺസ് ടു പേ മോർ അറ്റൻഷൻ. കോൺഷ്യസ് ആവാൻ വേണ്ടിയാണ് ഫിയർ. നമ്മുടെ ഫിയർ അങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ. നമുക്ക് ഫിയറിന് അയ്യോ പേടിയാണ് ഇനി ഞാൻ ആ വഴിക്കേ പോവില്ല എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷനാണ്. നമ്മുടെ ഡിസിഷൻ ഓക്കെ ഫിയർ ഉണ്ട്, അപ്പോൾ വാട്ട് ആർ ദ തിങ്സ്. അതായത് ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം, യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വീട് മുഴുവൻ തീ പിടിക്കും എന്ന് പറയുന്നത് അയ്യോ അങ്ങനെ പറയുന്നത് മോശമല്ലേ, ആൾക്കാർക്ക് പേടിയാവില്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിക്കണം, അതൊരു പോസിബിലിറ്റിയാണ്. സോ ആ പേടിയിൽ നിന്നും നെക്സ്റ്റ് പ്രാക്ടിക്കൽ പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കണം. അതാണ് എൻ്റെ ആകെ ഉള്ള ഉദ്ദേശം. അപ്പോൾ 35 മുതൽ ഒരു സ്ത്രീ ഇത് ഓൾറെഡി ഇൻഫർമേഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ 40 അവർക്ക് പെരിമെനോപോസ് എന്ന് പറഞ്ഞ കാര്യത്തിലൂടെ പോലും കടന്നു പോകേണ്ടി വരില്ല. അവർ ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കി. 8 hours ഓഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് അവർക്ക് റെഗുലർലി 35 മുതൽ എന്ന് വിചാരിക്കാം. ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹൗ ടു ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഷീ ഹാസ് ഹർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഫോർ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ഓർ അതർ സപ്ലിമെന്റേഷൻ. അവർ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആസ് എ ലേഡി ഷുഡ് എക്സസൈസ്, നോട്ട് ആസ് എ മാൻ ഷുഡ് എക്സസൈസ് ഇൻ എ ജിം. ജിമ്മിൽ പുരുഷന്മാർ എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് മിക്ക സ്ത്രീകളെയും ട്രെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾസോ ബാഡ് ഫോർ ഹെൽത്ത്. ആൻഡ് ഷീ ഈസ് ഓൾസോ ഹാവിംഗ് എ ഡയറ്റ് വിച്ച് ഇസ് സൂട്ടബിൾ ഫോർ എ വുമൺസ് ബോഡി. ദാറ്റ് ഇസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. നീര് വെക്കാതിരിക്കാനുള്ള ടൈപ്പ് ഡയറ്റ് അവർ ഫോളോ
ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷീ വിൽ ബ്രീസ് ത്രൂ ദാറ്റ് മിഡ് ലൈഫ്. എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ഡോക്ടറോട് സംസാരിക്കുന്ന ഫീൽ. ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ബുക്സും പോഡ്കാസ്റ്റും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ എൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്നെ പോലെ എല്ലാവരും ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടില്ല 5 വർഷം ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും. അവർക്കൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അതുപോലെ സിമ്പിൾ ആയിരിക്കില്ല. അപ്പൊ എൻ്റെ ബുക്കിൽ അത് വളരെ സിംപ്ലിഫൈഡ് ആയിരിക്കണം എന്ന് നിർബന്ധത്തോടുകൂടെ എഴുതിയിട്ടുള്ള ബുക്കാണ്. പിന്നെ നിങ്ങളൊരു അക്കാഡമിസ്റ്റ് ആണ്, റാങ്ക് ഹോൾഡർ ആണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉപകാരപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ പറ്റണം. പക്ഷെ അതിന്റെ ആധികാരികത വരുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ ഹ്യൂമൻ ഫിസിയോളജി ആക്ച്വലി 5 years പഠിച്ചിട്ടുണ്ട്.